എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം എങ്ങനെ പരിശോധിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. നിലവിൽ SSLC പരീക്ഷ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ SSLC റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഏതൊക്കെ വെബ്സൈറ്റ് ഉള്ളത് നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കാം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് SSLC റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ് parikshavavan.kerala.gov.in എന്ന പരീക്ഷാ ഭവൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷാ ഫലങ്ങൾ എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഓരോ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വർഷത്തെ SSLC പരീക്ഷാഫലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതായത് ഈ ഒരു രീതിയിലാണ് റിസൾട്ടിൻ്റേത് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. SSLC പരീക്ഷാ ഫലം കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ്, അതായത് ഇത് കഴിഞ്ഞ വർഷത്തെ ആ റിസൾട്ടിൻ്റെതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ആ റിസൾട്ടിൻ്റെ പേജ് ഉണ്ടാവുക, പരിശോധിക്കാനുള്ള പേജ് ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഈ റിസൾട്ടിൻ്റെ പേജ് ഉണ്ടാവുക. അതായത് ഇവിടെ കാണാൻ സാധിക്കും സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് SSLC എക്സാമിനേഷൻ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ SSLC എക്സാമിനേഷൻ മാർച്ച് 2025 റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ ഉണ്ടാവും. അതിനോടൊപ്പം വ്യൂ റിസൾട്ട്, അതുപോലെ തന്നെ ചെക്ക് ആൻഡ് ദ റിസൾട്ട്, അതുപോലെ ക്ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആദ്യം തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുകയാണ്. SSLCയുടെ രജിസ്റ്റർ നമ്പർ നൽകുകയും പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. അതിനുശേഷം വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലോഡായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ചെക്ക് ആൻഡ് ദ റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നിങ്ങളുടെ വന്നിട്ടുള്ള ആ ഒരു റിസൾട്ടിൻ്റെ അതൊക്കെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് പുതുതായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ രജിസ്റ്റർ നമ്പർ അറിയാമെങ്കിൽ അതും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാനായിട്ട് സാധിക്കുക. ഇതുകൂടാതെ തന്നെ ഒരു SSLCയുടെ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റുകളുണ്ട്. അതായത് നിങ്ങൾ SSLC ആണെങ്കിൽ ഇവിടെ മുകളിലായിട്ട് പരീക്ഷാ പോർട്ടലുകൾ എന്നുള്ള ഭാഗത്ത് SSLC എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ SSLC HI, അതുപോലെ തന്നെ THSLC, THSLC HI എന്നിങ്ങനെ, അതുപോലെ തന്നെ AHSLC എന്നിങ്ങനെ വിവിധ SSLC വിഭാഗങ്ങളുടെ പോർട്ടലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഇവിടെ പരീക്ഷാ പോർട്ടലുകൾ എന്ന് എഴുതിയ ആ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് റിസൾട്ടാണ് അറിയുന്നത് ആ ഒരു വിഭാഗത്തിൻ്റെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് SSLCexam.kerala.gov.in എന്ന ഈ ഒരു SSLC പരീക്ഷയുടെ വെബ്സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ SSLC റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിച്ച് ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് വെബ്സൈറ്റിൽ അതുമായി ബന്ധപ്പെട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു ഇവിടെ SSLC എക്സാം റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പേജിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ അത് നേരത്തെ കണ്ടിട്ടുള്ള പേജ് എന്ന് പറയുമ്പോൾ സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് SSLC എക്സാമിനേഷൻ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും നൽകാനുള്ള ആ ഒരു ഭാഗത്താണ് പോവുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ അടുത്തൊരു വെബ്സൈറ്റാണ് കൈറ്റിൻ്റെ വെബ്സൈറ്റ്. അതുപോലെ തന്നെ അടുത്തൊരു വെബ്സൈറ്റാണ് results.kite.kerala.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടാണ്. ഈ വർഷത്തെ റിസൾട്ട് വരുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ, അതായത് ഈ ഒരു വെബ്സൈറ്റിൽ ആ ഒരു ഫുൾ ലിങ്ക് ആ ഒരു സമയത്ത് റിമൂവ് ആയിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ് SSLC റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇത് 2024 റിസൾട്ടാണ്. 2025 2025 എന്ന് മാറ്റിയിട്ട് ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതാണ്, അതായത് കൈറ്റിൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ results.kite.kerala.gov.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും SSLC റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇത് 2024 ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. അതുപോലെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയണമെങ്കിൽ സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ ഇവിടെ പ്രത്യേകിച്ച് ആ ഒരു പേജിൽ മറ്റൊരു പേജിലേക്കാണ് ലോഡായിട്ടുള്ളത്. അപ്പോൾ അത് റിസൾട്ട് വരുന്ന സമയത്ത് മാത്രമേ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ റിസൾട്ട് അനാലിസിസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ സ്കൂളുകളിലും എത്ര വീതം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു A+ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് സഫലം 2025 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതുപോലെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണെന്നാണ് തോന്നുന്നത്. ആപ്പ് സ്റ്റോറിലുണ്ടോ അറിയില്ല, പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങൾക്ക് SSLC ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു
രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.